ശ്രീ അജിംസെ, അങ്ങനെ ഒരു മനോഭാവവും മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. ഇവിടെ ഒരു അത്യാഹിതമുണ്ടായി. ആ അത്യാഹിതത്തിൽ എത്രയും പെട്ടെന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുക, അവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ ചുമതല എന്ന് പറയുന്നത്. അത് അത് സമയത്ത് നടന്നോ ഗവൺമെന്റ് സേനാപതി വേണു? അതല്ലേ പ്രതിഷേധത്തിന് കാരണം? അല്ല അജിംസെ, ഞാൻ ചോദിക്കുന്നത് ഇത് ആ, നമുക്കറിയാം 8 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വളരെ അവിചാരിതമായിട്ട്, അതായത് കൃത്യമായ ഒരു മഴ മുന്നറിയിപ്പ് പോലും ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് വളരെ പെട്ടെന്ന് ഈ എന്താ പറഞ്ഞ പ്രകൃതിക്ഷോഭവും ഇതുണ്ടാകുന്നത്. അപ്പോൾ കടലിൽ പോകരുത് എന്നൊരു മുന്നറിയിപ്പ് പോലും അവർക്ക് കൊടുക്കാൻ ഗവൺമെന്റിന് പറ്റുന്നതിന് മുമ്പ് അത്ര പെട്ടെന്ന് തന്നെ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം നമുക്ക് അതിന്റെ ഒരു പരിഹാര മാർഗങ്ങളിലേക്ക് പോവുക എന്നുള്ളതല്ലേ. ആ പരിഹാര മാർഗങ്ങൾ ഗവൺമെന്റ് ചെയ്യുമ്പോൾ, ഗവൺമെന്റിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ഈ ആളുകൾ പോയത് അജിംസെ, അതൊരു കുളത്തിലോ അല്ലെങ്കിൽ തടാകത്തിലോ അല്ല, കടലിലാണ് പോയത്. എത്ര നോട്ടിക്കൽ മൈൽ, ഏത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ തെരച്ചിൽ നടത്തുമ്പോഴും എത്രയോ നൂറുകണക്കിന് കിലോമീറ്റർ ചുറ്റുവട്ടത്തിൽ തെരച്ചിൽ നടത്തേണ്ട ഒന്നാണ്. അപ്പോ ആ തെരച്ചിൽ നടത്തുന്നു ഗവൺമെന്റ്. അതിന് പറ്റുന്ന, അതായത് മനുഷ്യ സാധ്യമായ ഒരു നിലയിൽ ഒരു ഭരണകൂടം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അവരെ വിമർശിച്ചേ അടങ്ങുകയുള്ളൂ എന്നുള്ളൊരു പിടിവാശിയിലാണെങ്കിൽ ഇപ്പൊ എനിക്ക് അതിൻ്റെ അകത്തൊരു മറുപടിയും പറയാനില്ല. ഇനി മുഖ്യമന്ത്രി അവിടെ വന്നെങ്കിൽ മാത്രമേ ആ പ്രതിസന്ധിക്ക് പരിഹാരമാകൂ, അതല്ലെങ്കിൽ ഫിഷറീസ് മന്ത്രി വന്നെങ്കിൽ മാത്രമേ ആകൂ എന്നുള്ളതാണ് നിലപാടെങ്കിലും എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഒരു ഗവൺമെന്റ് ഇപ്പോൾ ഇന്ന് തന്നെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗവൺമെന്റിനാൽ സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം, ഞാൻ ആദ്യം പറഞ്ഞു, അത് മനുഷ്യന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതല്ലാതെ നമ്മൾ യന്ത്രവൽകൃതമായിട്ടോ അല്ലെങ്കിൽ യന്ത്ര കൈ കൊണ്ടോ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പോരായ്മകൾ തിരുത്താൻ ഗവൺമെന്റ് തയ്യാറാണ്. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പിടിവാശിയൊന്നുമില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കടലിൽ കാണാതായിട്ടുള്ള സഹോദരങ്ങളെ അവരെ കണ്ടെത്തുക, അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവനോടെ കണ്ടെത്തുക, അതല്ല എങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും അവരെ കണ്ടെത്തുക എന്നുള്ള ആ ഒരു ശ്രമമല്ലേ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിന് പോരായ്മകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ പോരായ്മകളാണ് മുഴുവൻ എന്ന് നമ്മൾ വരുത്തി തീർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാ ഒരു ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? ഇപ്പൊ മുഖ്യമന്ത്രി അവിടെ എത്തിയില്ല, അതല്ലെങ്കിൽ ഫിഷറീസ് മന്ത്രി എത്തിയില്ല. ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ എത്തുന്നു, പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ സാധ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതെല്ലാം ചെയ്തതിന് ശേഷം, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കടലിലാണ് നമ്മൾ തെരച്ചിൽ നടത്തുന്നത്, നമ്മൾ കുളത്തിലോ പുഴയിലോ അല്ല തെരച്ചിൽ നടത്തുന്നത്.